അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ ഉസ്താദ് പുതിയ സ്റ്റോറി. അവതരണം സൽവ. എഴുതിയത് ലുലു ഗഫാർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൻ്റെ ഒന്നാം ഭാഗം ഞാൻ വിട്ടിരുന്നു മറ്റൊരു ചാനലിൽ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. രണ്ടാം ഭാഗമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ഇന്നാണ് നമ്മുടെ ലുബിൻ്റെ കല്യാണം. ഉപ്പാൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ സിദ്ദീഖ് കാക്കൂൻ്റെ മകനാണ് നമ്മുടെ ലുബിനെ നിക്കാഹ് കഴിക്കുന്നത്. ഉപ്പ, ഞാൻ നിക്കാഹ് കഴിഞ്ഞിട്ട് വരാം. അവിടെ എല്ലാവരും എന്നെ കാത്തുക്കാവും. അവൻ ആ മൈലാഞ്ചി ചെടികളെ നോക്കി സലാം പറഞ്ഞു മടങ്ങി. അതെ, വീട് മുഴുവൻ മുല്ലപ്പൂവിൻ്റെയും അത്തറിൻ്റെയും മാസ്മരിക ഗന്ധം പടർന്നു. കുട്ടികളുടെ ചിരിയും കളികളും ഇത്താത്തമാരുടെ സ്വറ പറച്ചിലും എല്ലാം കൂടി ഒരു ഉത്സവം പോലെ. എല്ലായിടത്തും ചിരിക്കലും കളികളും മാത്രം. നമ്മുടെ പുതുപെണ്ണ് രാവിലെ ലുഹാനിസ്കാരത്തിന് ശേഷം പുതിയ വസ്ത്രമണിഞ്ഞു. റോസ് നിറത്തിലുള്ള ഉടുപ്പും അതിലേക്ക് ഗോൾഡൻ കളർ ഹിജാബുമായിരുന്നു വേഷം. എല്ലായിടത്തും ഓടി നടന്നവൾ ക്ഷീണിച്ചു. എൻ്റെ റബ്ബേ, എന്തൊരു വെയിറ്റാണ് ഈ ഡ്രസ്സിന്. അവൾ അത് പിറുപിറുത്തുകൊണ്ടിരുന്നു. ഹോ പഠിച്ചോനെ, എന്തൊരു കനം. ഈ ഒരു മണവാട്ടികൾ എങ്ങനെയാണ് ഈ പുതുമണവാട്ടികൾ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് നടക്കുക? കുറച്ച് വെയിറ്റ് കുറച്ചുകൂടെ ഇവർക്ക്. അവൾ ഒരു ചെയറിൽ വന്നിരുന്നു. അത് കണ്ടതും എല്ലാ കുട്ടികളും അവളുടെ അടുക്കൽ വന്നു. പിന്നെ പറയണോ, ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഒരു ഭാഗത്തായി ഇത്താത്ത ഒരു ഫോട്ടോ. അങ്ങനെ അതാ എല്ലാവരുടെയും കൂടെ മണവാട്ടി ഫോട്ടോ എടുക്കുകയാണ്. അവരൊക്കെ ഒഴിവാക്കി ഒറ്റയ്ക്ക് റൂമിലേക്ക് പോകാൻ നേരമായിട്ടുണ്ട്. ആ സമയത്താണ് ഉമ്മയുടെ വിളി അവളെ തേടിയെത്തിയത്. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്നു. ഇന്നുവരെ കാണാത്ത കുറേ പേരെ ഉമ്മ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവർക്കും ഒരു പുഞ്ചിരി പാസ്സാക്കി കൊടുത്തു. മോളെ, ഇതിനും എനിക്കറിയോ, ഇത് നമ്മളെ മൂത്തമ്മാൻ്റെ മരുവളാണ്. ആ, ഇതേ മൂത്തമ്മാൻ്റെ മൂത്ത മോളാണ്. ആ, ഇത് എളാപ്പാൻ്റെ കുട്ടിയാണ്. എല്ലാവരുടെയും മുഖം മാറി മാറി അവൾ നോക്കി. അതെ, മണവാട്ടി ആയിരിക്കുമ്പോൾ അറിയാത്ത കുറേ മുഖങ്ങളെ ഞാൻ കാണുകയാണ്. പഠിച്ചോനെ, ഇതുവരെ പലരെയും കണ്ടിട്ട് പോലുമില്ല. എന്നാൽ പെട്ടെന്ന് അതാ അവിടെ നിന്ന് നിക്കാഹ് കഴിഞ്ഞേക്കുന്നു കേട്ടോ എന്നാരോ പറഞ്ഞപ്പോൾ അവളുടെ അധരങ്ങളിൽ പുഞ്ചിരി മുട്ടിട്ടു. അവളുടെ കൈകാലുകൾ തളർന്നു. റബ്ബേ, ഉസ്താദുമായുള്ള എൻ്റെ നിക്കാഹ് കഴിഞ്ഞെന്നോ? ഓ റബ്ബേ. നിക്കാഹ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഉപ്പാൻ്റെ ഖബറിൻ്റെ അരികിലേക്ക് മടങ്ങി. ഉപ്പാക്ക് സലാം ചൊല്ലി യാസീൻ ഓതി. അതെ, പ്രിയപ്പെട്ട ഉപ്പ പൊന്നുമോളുടെ കല്യാണത്തിന് ഇല്ല. അതെ, ഒപ്പം മരുമകനെയും പരിചയപ്പെടുത്തി കൊടുത്തു. ഉപ്പാക്ക് സലാം ചൊല്ലിക്കൊണ്ട് അവർ മടങ്ങി. ലുബി, ദേ അവർ വന്നു. ഫോണിൽ നോക്കിയിരിക്കുന്ന ലുബിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് മിന്നു പറഞ്ഞു. വന്നോ? എൻ്റെ ലുബി വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഇജ്ജ് എന്തിനെങ്ങനെ പേടിക്കുന്നത്? വെറുതെ ഒരു രസം. ഓ ആയിക്കോട്ടെ, ആക്കിക്കൊണ്ട് മിന്നു പറഞ്ഞു. പൊടി കളിയാക്കാതെ. അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി. മോളെ, അവർ വന്നു. ധൃതിയിൽ അകത്തേക്ക് വന്നുകൊണ്ട് ആസിയമ്മ പറഞ്ഞു. ഉമ്മ, സത്യം? അതേ മോളെ, വന്നു. കുറച്ചു കഴിഞ്ഞതും കുറേ പെണ്ണുങ്ങൾ അവളുടെ അടുത്തേക്ക് വന്നു. ലുബി ധൈര്യത്തിന് എന്നോണം അതാ ലുബി മിന്നുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മിന്നു തിരിഞ്ഞവളെ നോക്കിയതും കണ്ണുകൊണ്ടവൾ പോവല്ലേ എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം പറഞ്ഞ് അകത്തേക്ക് വന്ന ഉമ്മാനെ ഇതിനു മുമ്പ് എവിടെയോ കണ്ട പോലെ തോന്നി. അതെ, തൻ്റെ പുതിയാപ്പിളിൻ്റെ ഉമ്മ വന്നിരിക്കുന്നു. ഹലോ നാത്തൂനെ. ആ ഉമ്മാൻ്റെ പിറകിൽ നിന്നും തല മാത്രം പുറത്തേക്കിട്ട് പറയുന്നവളെ കണ്ടതും ലുബിയുടെ കണ്ണുകൾ വികസിച്ചു. ഹിബ. പഠിച്ചോനെ, ഹിബയോ? നാത്തൂനോ? എൻ്റെ കാക്കുവിൻ്റെ പെണ്ണിനെ ഞാൻ നാത്തൂനല്ലാതെ എന്ത് വിളിക്കുക? അവളുടെ ആ ശബ്ദം കേട്ട് ശരിക്കും ലുബി ഞെട്ടിപ്പോയി. റബ്ബേ, അപ്പോ അതെ, ഇതുവരെ ചെക്കൻ ആരാണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. അതെ, കാക്കു. എൻ്റെ കാക്കു തന്നെയാണ് പെണ്ണെ. ഡി മണ്ടൂസേ, എൻ്റെ കാക്കു അടി നിന്നെ കെട്ടുന്നത്. നീ അത് അറിഞ്ഞിട്ടില്ലേ? ഇല്ല. അവളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് ഹിബ പറഞ്ഞു. നിനക്കൊരു സർപ്രൈസ് തന്നതല്ലേ ഞങ്ങൾ. അത് പിന്നെ എൻ്റെ കാക്കുവിനെ നിനക്ക് കുറച്ച് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നീ ഒന്ന് പോടി.
നമ്മുടെ രണ്ട് കാക്കുമാരും കട്ട സപ്പോർട്ടുണ്ടായപ്പോൾ ഇതൊക്കെ അങ്ങ് എളുപ്പത്തിലായി. ഇതൊക്കെ കേട്ട് നമ്മുടെ ലുബിപ്പെണ്ണിൻ്റെ കിളികൾ പോയി. പഠിച്ചോനെ, എന്തൊക്കെ ഞാൻ കാണുന്നത്. റബ്ബേ, മതി മക്കളെ, ബാക്കിയൊക്കെ പിന്നെ പറയാം. വരി, മോളെ മാറ്റിക്കണം. അവർ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് മാറ്റിക്കണം. അത് നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിള വരുന്നതിന് മുമ്പായിട്ട് മാറ്റിക്കണം എന്നാണ് ആമിനുമ്മ പറയുന്നത്. ആമിനുമ്മ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയാപ്പിള ചെക്കൻ്റെ. പിന്നെ എല്ലാവരും പുറത്ത് വെക്കാണേ. അതെ മണവാട്ടിയെ ഞാൻ മാറ്റിച്ചോളാം. എല്ലാവരും പൊയ്ക്കോളി. ലുബിനെ ഞാനും മാറ്റിക്കേണ്ട രീതിക്ക് എനിക്കറിയാം. പൊയ്ക്കോളി പുറത്തേക്ക്, അല്ലെങ്കിൽ ഓള് മാറ്റാൻ സമ്മതിക്കൂല. ശരി. ലുബിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് ആമിനുമ്മ പുറത്തേക്ക് പോയി. ആമിനുമ്മ പോയതും ഹിബയും മിന്നവും കൂടി അവളെ മാറ്റിക്കുകയാണ്. എൻ്റെ റബ്ബേ, എന്ത് പെണ്ണ് എങ്ങനെ നാണിക്കാനേ. അത് ഞാൻ ഡ്രസ്സ് ശരിയാക്കിയിട്ട് അവിടുന്ന് വരാം. നിങ്ങളൊന്ന്. പിന്നെ വാ എടി, ആ ഷാള് പിടിക്ക്, അവൾ മാറ്റട്ടെ. അതെ, പിന്നെ ഇന്നത്തോടു കൂടി നിന്റെ മടിയൊക്കെ അങ്ങ് മാറുട്ടോ. അതിന് നിൽക്കല്ലേ. എനിക്ക് സത്യം പറഞ്ഞു, നിങ്ങൾ കണ്ണടക്കി, എനിക്ക് മടിയാണ്. ഞങ്ങൾ കാണുന്നില്ല പെണ്ണെ, ഇത്രയും വലിയ ഷാള് പിടിച്ചിട്ടെന്താ, ഇത്ര ഹൈറ്റിൽ പിടിച്ചിട്ടൊന്നും നിനക്ക് മാറ്റാലോ. അവൾ ആ പഴയ ഡ്രസ്സ് എങ്ങനെയൊക്കെ ഊരിയെടുത്തു. റബ്ബേ, എന്തൊരു വെയിറ്റാണ്. എന്നാൽ അതാ ഉസ്താദിൻ്റെ ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റ് ഗൗണും വൈറ്റ് ഹിജാബും അതിൻ്റെ മുകളിൽ ദുപ്പട്ടയും. അതെ, മനോഹരമായ ആ ഷാളുകൂടി ധരിച്ചപ്പോൾ മാലാഖ പോലെ അവൾ തിളങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ ഇക്കാക്കുവിൻ്റെ മണവാട്ടി? മാറ്റിച്ചു കഴിഞ്ഞതും അവർ 3 പേരും കൂടി സെൽഫി എടുത്തു. ഒപ്പം അവളുടെ കുറച്ച് വീഡിയോസും. എന്തിനാടി, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനോ? അതൊന്നല്ല, വെറുതെ ഒന്ന് കാണാൻ ഗ്രൂപ്പിലൊക്കെ ഇടണ്ടേ. അല്ലോ, എല്ലാവരും കാണൂലേ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ പെട്ടെന്നതാ കഥകിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ സെൽഫി എടുക്കുന്നത് നിർത്തി വാതിൽ തുറന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ എപ്പോൾ കയറിയതാ? അവരൊക്കെ ഇങ്ങോട്ട് എത്തിക്കണേ. എവിടെ മണവാട്ടി? ആമിനുമ്മ അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഹിബമിനും ഒരുമിച്ച് സൈഡിലേക്ക് മാറി നിന്നു. മാഷാ അല്ലാ, എൻ്റെ ലുബിക്കുട്ടി ആകെ മാറിയല്ലോ. പറയുന്നതോടൊപ്പം ആമിനുമ്മ അവളുടെ കയ്യിൽ പിടിച്ചവർ പുറത്തേക്ക് നടന്നു. ഇതെല്ലാം നിറകണ്ണുകളോടെ ആസിമ്മ നോക്കിക്കണ്ടു. എല്ലാവരും അവൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന തിരക്കിലാണ്. അവർക്കൊന്നും ഒരു കുറവ് പോലും പറയാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ഭംഗിയായിരുന്നു അവളെ കാണാൻ. ഉമ്മി, നമുക്ക് കാക്കുവിനെ വിളിക്കല്ലേ? ഹിബ മുന്നിലേക്ക് വന്ന് ചോദിച്ചു. അതിന് എല്ലാവരും സമ്മതറിയിച്ചു. ആയിക്കോട്ടെ, എന്നാ വയ്ക്കോളെ. നിൽക്ക്. ആമിനുമ്മ പെട്ടെന്ന് അവളെ തടഞ്ഞു. എന്തു പറ്റി ഉമ്മ? മോൾക്ക് ഇടാൻ കൊണ്ടുവന്ന നിക്കാബ് എവിടെ? ഫേസ് കാണിക്കുന്നുണ്ടല്ലോ. മോൻക്കത് പറ്റൂലല്ലോ. നിക്കാബ് എവിടെ? അല്ലോ, ഞാനിത് മറന്നു. നന്നായടി, കാക്കു പ്രത്യേകം പറഞ്ഞതാ. ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. ആളുകളെ വകഞ്ഞു മാറ്റി അവൾ റൂമിലേക്ക് ഓടി. ഞാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ലാന്ന്. ഡ്രസ്സ് കൊണ്ടുവന്ന ബാഗിൽ നിന്നും നിക്കാബ് എടുത്തവൾ തിരിച്ചു നടന്നു. ഇതോ ഉമ്മി, ആമിനുമ്മൻ്റെ കയ്യിൽ കൊടുത്തു. ലുബി, മോളെ തിരിഞ്ഞു നിൽക്ക്. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഉമ്മ അവൾക്ക് നിക്കാബ് കെട്ടിക്കൊടുക്കുന്നു. മോളെ, ഞാൻ കെട്ടിത്തരാം. ലുബി തിരിഞ്ഞു നിന്നു. അവൾക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ നിക്കാബ് കെട്ടിക്കൊടുത്തു. മാഷാ അല്ലാ, ഇപ്പോഴാണ് ഉസ്താദിൻ്റെ ഹൂറിയായത്. ഹിബ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഹിബ, വേണ്ട നിനക്കിട്ടോ, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ആമിന കണ്ണുകൾ കൂർപ്പിച്ച് അവളോട് പറഞ്ഞു. ഹിബ മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ആണുങ്ങളെല്ലാവരും അകത്തേക്ക് വന്നു. ആരോ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ലുബി അറിഞ്ഞു. അതെ, അത്തറിൻ്റെ വശ്യഗന്ധം അവളുടെ മൂക്കിലേക്കെത്തി. അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. കൈകാലുകൾ വിറപൂണ്ടു. മഹറിട്ട് കൊടുക്കൻ്റെ കാക്കൂ, മിന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അവൾ ഇരു കണ്ണുകളും ഇറുക്കെ മൂടി. കണ്ണുകൾ അവൾ അമർത്തി അടച്ചു. ലുബി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരും കേൾക്കാതെ അവൾ മറുപടി പറഞ്ഞു. പിന്നെ എൻ്റെ ലുബി, എൻ്റെ ബീവി മൊഞ്ചത്തേക്കണല്ലോ. അവൾക്ക് മാത്രം കേൾക്കുന്ന വിധത്തിൽ അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. അതെ, ആ ഒരു വാക്കുകൾ അതെ എവിടെ കേട്ട പോലെ. പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ ലത്തീഫ് എന്ന നാമം കൊത്തിയ മഹർ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത്
അവൾ കണ്ടു. പതിയെ അവൾ കണ്ണുകളുയർത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. വെള്ളക്കുർത്തിയും അതിനു മുകളിൽ ബ്ലാക്ക് കവർ കോട്ടും തലയിൽ കെട്ടും കട്ടിത്താടിയും. ആ നോട്ടം ചെന്നവസാനിച്ചത് ആ വെള്ളാരം കണ്ണിലാണ്. എന്തെന്നില്ലാത്ത അവളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവൻ അവളെ നോക്കി. ഇരു കണ്ണുകളും ചിമ്മി തുറന്നു. അവൾ ഞൊടിയിടയിൽ കണ്ണുകൾ പിൻവലിച്ചു. യാ അല്ലാ, പഠിച്ചോനെ, റഹ്മാനെ, എന്തൊരു അത്ഭുതമാണിത്! അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, ഇദ്ദേഹം എൻ്റെ മണവാളിനായി എത്തിയെന്നോ? റബ്ബേ, എനിക്ക് അവർ തന്ന സർപ്രൈസ് വല്ലാത്തൊരു സർപ്രൈസായിപ്പോയി. അവൾക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ അതാ ആളുകളുടെ തിരക്ക്. ഫുഡ് കഴിക്കലും അതുപോലെ എല്ലാവരുടെയും സംസാരിക്കലും ഫോട്ടോ എടുക്കലും എല്ലാം കൂടി. ലുബിയും ലത്തീഫും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും അവളുടെ കണ്ണുകൾ അവനിൽ പാറി വീണിരുന്നു. റബ്ബേ, ഉസ്താദുമാർക്ക് എത്ര മൊഞ്ചൊക്കെ ഉണ്ടാവുമോ? അവൾ ഒന്നുകൂടി അവനിലേക്ക് പാളി നോക്കി. അതെ, ആ വെള്ളാരം കണ്ണുകൾ അവളെ തളർത്തുന്ന പോലെ അവൾക്ക് തോന്നി. എന്താടോ, ഞമ്മൾക്ക് ഇത്ര മൊഞ്ചുണ്ടോ? പുരികം പൊക്കിയും താഴ്ത്തിയും അവൻ ചോദിച്ചു. ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള അർത്ഥത്തിൽ അവൾ തലയാട്ടി. അത് കണ്ടതും അവനിലെ ചിരി പൊട്ടി. തന്നെ മുന്നിൽ നിന്ന് ചിരിക്കുന്നവനെ കണ്ടപ്പോൾ ആദ്യമായൊന്ന് ചമ്മി. എങ്കിലും ആ ചിരിയിൽ അവളും അങ്ങ് പങ്കുചേർന്നു. നമുക്ക് ഒരുമിച്ച് ളുഹർ നിസ്കരിച്ചാലോ? ഭക്ഷണം കഴിച്ചു കൈ കഴുകി തിരികെ നടക്കുന്നതിൻ്റെ ഇടയിൽ ലത്തീഫ് ചോദിച്ചു. അവൾ സമ്മതമെന്നോണം മൂടി. എവിടെ നിസ്കരിക്കും? എല്ലായിടത്തും കുട്ടികളാണല്ലോ. റൂമിലേക്ക് പോവാം. കാക്കുവിൻ്റെ റൂം പൂട്ടിക്കാണ്, അവിടെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ മുകളിലേക്ക് നടന്നോളി, ഞാൻ കാക്കുവിൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിയിട്ട് വരാം. അവൾ നടക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു. അതിന് സൗമ്യമായി അവനൊന്ന് ചിരിച്ചു. അവൾ കാക്കുവിനെ തപ്പിപ്പിടിച്ച് താക്കോൽ വാങ്ങി. കാക്കു എന്തിനാണ് താക്കോൽ എന്ന് ചോദിച്ചപ്പോൾ അവൾ കാര്യവും പറഞ്ഞു. അത് കേട്ടതും അവനിൽ സന്തോഷം അലതല്ലി. മാഷാ അല്ലാ. ലുബി അവിടെ നിന്ന് വേഗം തിരിച്ചു നടന്നു. കോണിപ്പടികൾ കയറി അവൾ റൂമിലേക്ക് എത്തി. അവിടെ തന്നെ കാത്തു നിൽക്കുന്ന ഉസ്താദിനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവിടേക്ക് ചെന്നവൾ കതക് തുറന്നു കൊടുത്തു. ലത്തീഫ് കയറിയതിനു ശേഷം അവളും കയറി. വാഷ്റൂം അവൻ കാണിച്ചു കൊടുത്തു. ലത്തീഫ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒളു ചെയ്യുവാൻ വേണ്ടി പോയി. അവൾ പതുക്കെ നിക്കാബ് അഴിച്ചു, ഒപ്പം ഹിജാബും ഷാളുകൊണ്ട് തലമറച്ചു. വാഷിംഗ് റൂമിൽ നിന്നും പുറത്തിറക്കിയിറങ്ങിയ ലത്തീഫ് ഒരു നിമിഷം ലുബിയെ കണ്ട് ഒന്ന് ഞെട്ടി. എങ്കിലും അവനൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ റബ്ബേ, ഈ പെണ്ണിന് എത്ര സൗന്ദര്യം ഉണ്ടായിരുന്നോ? അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒളു എടുക്കാൻ പോയി. രണ്ടുപേരും ഇമാം മഹ്മൂമുമായി നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാര ശേഷം ലത്തീഫ് ഉസ്താദ് ദുആ ചെയ്തു. അതിനെല്ലാം ലുബി ആമീൻ പറഞ്ഞു. നല്ലൊരു ജീവിതത്തിനായി അവർ രണ്ടുപേരും മനമുരുകി പ്രാർത്ഥിച്ചു. ഉസ്താദിൻ്റെ ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉസ്താദിൻ്റെ ആ സ്റ്റോറി വേറെയാണ്, നമ്മുടെ ഹബീബ് ഉസ്താദിൻ്റെ. ഇത് ലത്തീഫ് ഉസ്താദിൻ്റെ സ്റ്റോറിയാണ്. എന്തൊക്കെ തന്നെയാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.